സൈലം ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കംപ്ലീറ്റ്ലി ഫ്രീ ക്ലാസ് ഉണ്ടാകും. സൈലത്തിൻ്റെ എല്ലാ ബാച്ചസും, അതായത് ധീര ബാച്ചസ് ആയിക്കോട്ടെ വീര ബാച്ചസ് എല്ലാം നമ്മൾ 1 മന്തിലേക്ക് അല്ലെങ്കിൽ 2 മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ടിൽ എക്സാം ഡേറ്റ് വരെ ഫ്രീ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും. യൂട്യൂബിൽ ലൈവ് ക്ലാസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ആയിട്ട് നൽകും. നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കും. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ഹോസ്റ്റൽ സപ്പോർട്ടോ വല്ലതും വേണമെങ്കിൽ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്റ്റൽ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ചെയ്തു തരാം. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്യും, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു തവണയും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിട്ട് കാണുക. മാർക്ക് കൂടിയവരെല്ലാവരും അത് സസ്റ്റെയിൻ ചെയ്യാനും കുറഞ്ഞവർ കയറി വരാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 1.5 മാസമെങ്കിലും മിനിമം ഉണ്ടാവും അടുത്ത ഡേറ്റ് വരാനും. ആ ഡേറ്റിന് വേണ്ടി ചിലപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ചിലപ്പം സെയിം തന്നെ ആയിരിക്കും, ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഉറപ്പായിട്ടും അവർക്ക് ഇൻവിജിലേറ്റർ സെറ്റാക്കുക, ഓഫ്ലൈൻ സെൻറ്റർ സെറ്റാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് അടിക്കുക, ഇതിനനുസരിച്ച് മുമ്പോട്ട് പോകുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ചോർത്തിയവന്മാർക്ക് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ലൈക്ക് അവരെ കൊണ്ട് നമുക്കാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് ഓരോ നന്നായി പഠിച്ചെഴുതിയവർക്കും അങ്ങനെ ഇതിനു വേണ്ടി ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രശ്നം ഉണ്ടായത്. അപ്പം പുറകിലുള്ളവർക്കൊക്കെ കയറി വരാനും മുമ്പിലുള്ളവർ സസ്റ്റെയിൻ ചെയ്യാനും തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിക്കോ. ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. പഠിച്ച് തുടങ്ങുക, നേരെ ചാപ്റ്റർ എടുക്കുക, ഫിസിക്സിലെ ഫസ്റ്റ് പാഠം തുടങ്ങുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഇന്ന് തന്നെ പഠിക്കുക, ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുക, ബോട്ടണി സുവോളജി എടുത്ത് വെച്ചിട്ട് ആദ്യ ചാപ്റ്റർ തീർക്കുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.